നമസ്കാരം. ആർ.ജി.കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കേസിൽ നിർണായകമായ നടപടികളുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നിലെ പ്രധാന ഘടകം ഈ കേസിലെ ജനരോഷമായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു വനിതാ ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൽ മുൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ സർക്കാർ നീതി നടപ്പിലാക്കാനുള്ള ആദ്യത്തെ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. അന്വേഷണം സുതാര്യവും നിഷ്പക്ഷവുമാണെന്ന് ഉറപ്പാക്കാനാണ് ഈ കർശനമായ നടപടിയെന്ന് സുവേന്ദു അധികാരി വ്യക്തമാക്കി. മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂനിയർ ഡോക്ടർമാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 2024 സെപ്റ്റംബറിൽ വിനീത് ഗോയലിനെ സ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. വിനീതിന് പുറമെ ഡെപ്യൂട്ടി കമ്മീഷണർമാരായ അഭിഷേക് ഗുപ്ത, ഇന്ദിരാ മുഖർജി എന്നിവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ കേസ് അന്വേഷണത്തിൽ വരുത്തിയ ഗുരുതരമായ പിഴവുകളും വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം വീഴ്ചകൾ കുറ്റവാളികളെ സംരക്ഷിക്കാനാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ പുതിയ അന്വേഷണം സഹായിക്കും. ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നത് ഇരയായ പെൺകുട്ടിയുടെ അമ്മയും ഇപ്പോൾ പണിഹട്ടി മണ്ഡലത്തിൽ നിന്നുള്ള BJP MLAയുമായ രത്ന ദേബ്നാഥിൽ നിന്നാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പണം നൽകി തങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചുവെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. ഈ ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുവാൻ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഉത്തരവിടുകയായിരുന്നു. പോലീസിൻ്റെ ഔദ്യോഗിക വക്താവ് അല്ലാതിരുന്നിട്ടും ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ പത്രസമ്മേളനം നടത്തി കേസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചതിനെക്കുറിച്ചും സർക്കാർ അന്വേഷിക്കുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത് എന്നും പത്രസമ്മേളനത്തിൽ ഉപയോഗിച്ച ഭാഷയുടെ ഉദ്ദേശം എന്താണെന്നും കണ്ടെത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവ പരിശോധിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ആർ.ജി.കർ കേസ് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് രേഖാമൂലമുള്ള വിശദീകരണം ഉദ്യോഗസ്ഥരോട് ഇതിനോടകം ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ CBI ആണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടി പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളിലും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും കേന്ദ്രീകരിച്ചായിരിക്കും. കൊൽക്കത്ത പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പങ്ക് കൃത്യമായി പരിശോധിക്കുമെന്നും സുവേന്ദു അധികാരി ഉറപ്പ് നൽകി. മുമ്പ് മമതാ ബാനർജി ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് എന്നത് കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ തന്നെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ലഭിച്ചില്ല എന്നതും കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമാണ് ബംഗാളിലെ വോട്ടർമാരെ ചിന്തിപ്പിക്കുന്നത്. രാജ്യത്തിനകത്തും വിദേശത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ ഈ സംഭവം തൃണമൂൽ സർക്കാരിൻ്റെ വീഴ്ചയായി ജനങ്ങൾ വിലയിരുത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്ന തങ്ങളുടെ വാഗ്ദാനം പാലിക്കാനാണ് പുതിയ BJP സർക്കാർ ശ്രമിക്കുന്നത്. നീതി നിർവഹണത്തിന് തടസ്സം നിൽക്കുന്ന ആരും തന്നെ പദവികളിൽ തുടരേണ്ടതില്ല എന്ന സുവേന്ദു അധികാരിയുടെ കർശന നിലപാട് ബംഗാൾ പോലീസിനും അഡ്മിനിസ്ട്രേഷനും നൽകുന്ന വലിയൊരു സന്ദേശമാണിത്. ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരണമെന്ന ദൃഢനിശ്ചയത്തിലാണ് പുതിയ ഭരണകൂടം. മമതാ ബാനർജി ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും നേരിട്ട് കൈകാര്യം ചെയ്തിരുന്ന സമയത്താണ് ആർ.ജി.കർ മെഡിക്കൽ കോളേജിൽ ക്രൂരമായ പീഡനവും കൊലപാതകവും നടക്കുന്നത്. ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, കേസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ച നിസ്സംഗതയും ദുരൂഹത നിറഞ്ഞ നീക്കങ്ങളും മമതയെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറായിരുന്ന വിനീത് ഗോയലിനെ സംരക്ഷിക്കുവാൻ മമതാ ബാനർജി അവസാന നിമിഷം വരെ ശ്രമിച്ചുവെന്നത് പ്രതിഷേധക്കാരായ ഡോക്ടർമാരെയും ജനങ്ങളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതേ ഉദ്യോഗസ്ഥരെ പുതിയ സർക്കാർ സസ്പെൻഡ് ചെയ്യുമ്പോൾ മമത സംരക്ഷിക്കാൻ ശ്രമിച്ചവർ കുറ്റക്കാരായിരുന്നു എന്ന സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇത് മമതയുടെ ഭരണപരാജയത്തെ വീണ്ടും അടിവരയിടും. ഇരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്ത് കേസ് ഒതുക്കുവാൻ പോലീസ് ശ്രമിച്ചു എന്ന പുതിയ വെളിപ്പെടുത്തൽ മമതാ ബാനർജിക്ക് വലിയ ധാർമ്മിക തിരിച്ചടിയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിന് പകരം അവരെ സ്വാധീനിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണം മമതയുടെ മാമാതി മാനുഷ് എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ്. പെൺകുട്ടിയുടെ അമ്മ ഇന്ന് BJP MLA സഭയിലെത്തിയിരിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ പരാജയത്തിന് ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയാണ്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകളും വാട്സപ്പ് ചാറ്റുകളും പരിശോധിക്കാനുള്ള തീരുമാനം പല ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്കും അന്വേഷണം നീളാൻ കാരണമായേക്കാം. ഇത് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട്. അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കാനാണ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നതെന്ന സുവേന്ദു അധികാരിയുടെ നിലപാട് ജനങ്ങൾക്കിടയിൽ പുതിയ സർക്കാരിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മുമ്പ് മമതാ ബാനർജി പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണങ്ങളും
പോലീസ് നടപടികളും കേവലം കണ്ണിൽ പൊടിയിടൽ മാത്രമായിരുന്നു എന്ന വികാരമാണ് ഇപ്പോൾ ബംഗാളിൽ ശക്തമാകുന്നത്. പോലീസിനെ ഉപയോഗിച്ച് കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയാകും. അന്നത്തെ ഭരണകൂടം കുറ്റവാളികൾക്കൊപ്പം നിന്നുവെന്ന BJPയുടെ ആരോപണത്തിന് ഈ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ കൂടുതൽ ബലം നൽകുന്നതാണ്. ചുരുക്കത്തിൽ ആർജികർ കേസിലെ പുതിയ നടപടികൾ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഭരണപരമായ വീഴ്ചകൾക്കുമപ്പുറം മാനുഷികമായ പരിഗണനകൾ പോലും നൽകാതെ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ലേബൽ അവരിൽ പതിക്കുന്നത് മാറ്റിയെടുക്കാൻ പ്രയാസമായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ഇത്തരം അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകും. ഇരയ്ക്ക് നീതി ലഭിക്കുന്ന നീക്കങ്ങൾ ശക്തമാകുന്നതോടെ മമതാ ബാനർജിയുടെ കാലത്തെ പോലീസ് നടപടികൾ നയതന്ത്രപരവും ഭരണപരവുമായ വലിയ പാളിച്ചകളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. പുതിയ സർക്കാരിൻ്റെ ഓരോ നീക്കവും മമതയുടെ മുൻകാല നയങ്ങളുടെ പരാജയത്തെ തുറന്നു കാട്ടുന്നവയാണ്. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ദീർഘകാലം നിലനിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ പോലീസ് സംവിധാനം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന ആരോപണം കേവലം ഒരു പ്രതിപക്ഷ വിലാപമായിരുന്നില്ല, മറിച്ച് ബംഗാളിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരോടിയ ഒരു വലിയ ആശങ്കയായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പോലീസ് സേനയെ മമതാ ബാനർജി പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും എതിരാളികളെ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു ആയുധമായി ഉപയോഗിച്ചിരുന്നു എന്ന വിമർശനം ശക്തമാണ്. ഇപ്പോൾ ആർജികർ കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി മമതയുടെ ഈ രാഷ്ട്രീയ നയങ്ങൾക്കെതിരേറ്റ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണകൂടം പോലീസിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം കാലക്രമേണ ഭരണാധികാരികളെ തന്നെ തേടിയെത്തും എന്നതിൻ്റെ ഉദാഹരണമായി ഈ മാറ്റത്തെ കാണാം. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് പശ്ചിമബംഗാൾ പോലീസ് പലപ്പോഴും ഭരണകക്ഷിയുടെ ഒരു പോഷക സംഘടനയെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്നതിനും തൃണമൂൽ പ്രവർത്തകർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതിനും ഉന്നത ഉദ്യോഗസ്ഥർ മത്സരിച്ചിരുന്നു. തങ്ങൾക്ക് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രമുഖ പദവികൾ നൽകുകയും അല്ലാത്തവരെ തഴയുകയും ചെയ്യുന്ന രീതി മമത പിന്തുടർന്നിരുന്നു. ഇത്തരത്തിൽ പോലീസിനെ അമിതമായി ആശ്രയിക്കുന്നതും അവരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും പോലീസിൻ്റെ ധാർമ്മികത തകരുന്നതിന് കാരണമായി. ആർജികർ മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണമായ സംഭവത്തിൽ ഇതേ ഉദ്യോഗസ്ഥർ തെളിവുകൾ നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും ശ്രമിച്ചു എന്ന ആരോപണം ഉയർന്നത് പോലീസും ഭരണകൂടവും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് കേസുകൾ ഒതുക്കി തീർക്കാമെന്ന മമതയുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആർജിക്കർ കേസിലെ ജനരോഷം. സാധാരണയായി രാഷ്ട്രീയ സംഘർഷങ്ങൾ പോലീസിനെ ഉപയോഗിക്കുന്നത് പോലെ തന്ത്രപ്രധാനമായ ഒരു പീഡന കേസിലും ഇതേ രീതി പുനരാമെന്ന മമത കരുതിയിരുന്നേക്കാം. എന്നാൽ ഒരു ട്രെയിനി ഡോക്ടർക്ക് നേരിട്ട ക്രൂരത ബംഗാളിലെ സ്ത്രീകളെയും യുവതലമുറയും തെരുവിലിറക്കി. ജനങ്ങൾ പോലീസിനെ വിശ്വസിക്കാത്ത സാഹചര്യം വന്നതോടെ മമതയുടെ രാഷ്ട്രീയ സംരക്ഷണ കവചം തകർന്നു. വിനീത് ഗോയലിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മമത കാണിച്ച അമിതമായ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കാൻ ശ്രമിച്ചതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനം. സുവേന്ദു അധികാരി സർക്കാർ ഇപ്പോൾ കൈക്കൊള്ളുന്ന നടപടികൾ ബംഗാളിലെ പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ശ്രമമായിട്ടാണ് കണക്കാക്കുന്നത്. മമതയുടെ കാലത്ത് വിശ്വസ്ത സേവനം അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുന്നു. ഫോൺ രേഖകളും വ്യക്തിഗത സന്ദേശങ്ങളും പരിശോധിക്കാനുള്ള തീരുമാനം പല ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെയും പുറത്തു കൊണ്ടുവന്നേക്കാം. ഇത് മമതാ ബാനർജി സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. താൻ ഇത്രയും കാലം പടുത്തുയർത്തിയ പോലീസ് രാഷ്ട്രീയ നെറ്റ്വർക്കിൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിലുള്ളത്. പോലീസിനെ സ്വന്തം ആവശ്യത്തിനായി ഉപയോഗിച്ചവർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ അതേ പോലീസ് സംവിധാനം തന്നെ അവർക്കെതിരെ തിരിയുന്ന പ്രവണത ചരിത്രത്തിലുടനീളം കാണാം. ചുരുക്കത്തിൽ മമതാ ബാനർജി പോലീസിനെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്ന ആരോപണം ഇപ്പോൾ നടപടികളിലൂടെ ശരിവയ്ക്കപ്പെടുകയാണ്. ഭരണകൂടത്തിൻ്റെ തണലിൽ എന്ത് നിയമവിരുദ്ധവും ചെയ്യാമെന്ന് കരുതി ഉദ്യോഗസ്ഥർ ലഭിക്കുന്ന ഈ തിരിച്ചടി ബംഗാളിൻ്റെ നീതിന്യായ ചരിത്രത്തെ സുപ്രധാനമായ നാഴികക്കല്ലാണ്. ജനഹിതത്തിന് വിരുദ്ധമായി പോലീസ് സേനയെ ഉപയോഗിച്ചതിൻ്റെ വിലയാണ് മമതയ്ക്ക് അധികാര നഷ്ടത്തിലൂടെ നൽകേണ്ടി വന്നത്. സുവേന്ദു അധികാരിയുടെ പുതിയ സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്നതിലൂടെ പശ്ചിമ ബംഗാളിൽ നിയമവാഴ്ച പുനഃസ്ഥാപിക്കപ്പെടാമെന്നും പോലീസിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിക്കുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ശലിക്കേറ്റ ഈ പ്രഹരം ഇന്ത്യയിലെ മറ്റ് ഭരണാധികാരികൾക്കും ഒരു വലിയ പാഠമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.